ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യണതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യണ സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നും അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വെഡ്ഡിങ് കേക്ക് ചെയ്യണേന് ഞാനിപ്പോൾ 3 ടയർ 3 കേക്കുകളാണ്. അതിനിടക്കായിട്ട് സ്പേസറാണ് വന്നിട്ടുള്ളത്, ഗ്ലാസിൻ്റെ സ്പേസറാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെയുള്ള കേക്കാണ് ഇത് വന്നിട്ടുള്ളത് 8.5 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 9 ഇഞ്ചിൽ 8.5 ആണ്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബർഗണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള കേക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൂബി കളറാണ് ചേർത്തിട്ടുള്ളത്. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ 2 കേക്കും താഴെയുള്ള കേക്ക് ഈ ബർഗണ്ടി യൂസ് ചെയ്തിട്ടുള്ള കേക്ക് അത് പിന്നെ ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പിന്നെ അധികം ഫിനിഷിങ് വെച്ചിട്ടില്ല കേട്ടോ. അതിൽ കുറച്ച് ഡെക്കറേഷൻ ഉണ്ട്. പിന്നെ ആ ഒരു ടീമിന് തന്നെ ഒരു ഹെർട്ട് ഷേപ്പിലുള്ള കേക്ക് കൂടി കൊടുക്കാനുണ്ട്. ഇത് നൈറ്റിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും റെഡിയാക്കി വെക്കണുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇത് പിന്നെ അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, നമ്മൾ ഓഡിറ്റോറിയത്തിലല്ല കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 kg ആയിരുന്നു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കേക്കിന് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു താഴെയുള്ള കേക്കിലായിട്ട് നമുക്കിപ്പോൾ ഒരു അവരെ ലെറ്റേഴ്സ് വേണം, നെയിമിൻ്റെ ലെറ്റേഴ്സ് വേണം കേട്ടോ, കപ്പിൾസിൻ്റെ. അപ്പോൾ ആ ലെറ്റേഴ്സ് കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പേപ്പർ വർക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അക്രിലിക്കിലുള്ള ഒരു ഡിസൈനും കൂടിയാണ്. അതിന് സെൻട്രലായിട്ടാണ് പേപ്പർ വർക്കിൽ ലെറ്റേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം എല്ലാം റെഡിയാക്കിയതിന് ശേഷം താഴെയുള്ള കേക്കിൽ ആ ലെറ്റേഴ്സ് കൊടുത്തു, അതുപോലെ റിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറിലുള്ള ലേസാണ് കേട്ടോ ഈ ഒരു ബർഗണ്ടി കളറിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കളറ് ഗോൾഡൻ കളറിൽ സ്പ്രെഡായിപ്പോയി. അപ്പോൾ പിന്നെ അതൊരു ബർഗണ്ടി അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷം ഞങ്ങളിപ്പോൾ ഓഡിറ്റോറിയത്തിൽ പോയി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ ഇതുപോലെ ഒരു ചാൻസ് കിട്ടുന്നത്. നമ്മളിപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യണടുത്ത്. ചിലപ്പോൾ ഓഡിറ്റോറിയത്തിൽ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾ കഴിയുന്നതും ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാറില്ല. നമുക്ക് സ്റ്റേജിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പിന്നെ കേക്ക് വെക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കൈ തട്ടിയിട്ടോ ഫ്രണ്ട് ഭാഗത്തേനായിട്ട് അവിടെ പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആരും ഇല്ലാതെ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, ചെക്കൻ്റെ കൂടെ പോയതാട്ടോ. ആ ഒരു ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ കഴിയുന്നതും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേരുള്ള കൂടുതൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഒഴിഞ്ഞൊരു സ്ഥലം നമ്മളെപ്പോഴും കണ്ടെത്തി, അതുപോലെ ഓർഡർ തരുന്നവരോട് നമ്മൾ പറയണം ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തി തരാൻ വേണ്ടിയിട്ട്, അതെല്ലാം റെഡിയാക്കണം എന്ന് പറയാം. അങ്ങനെ പറയാനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി നന്നായിരിക്കും കേട്ടോ. ഒരുപാട് പേരെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കുറേ വിശ്വാസങ്ങളുണ്ടല്ലോ, അപ്പോൾ എല്ലാവരുടെ കണ്ണും ഒരുപോലെ ആവണം എന്നില്ല. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ സമയത്ത് എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമുക്ക് അതിനുള്ള സൗകര്യം റെഡിയാക്കി തരാനൊക്കെ ഒരാളെ നമ്മൾ റെഡിയാക്കി കേട്ടോ. ചിലപ്പോൾ എന്താ പറയുക, വേണ്ടപ്പെട്ടവരായിരിക്കും നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിന് കൂടാതെ വേറൊരാളെ കൂടി റെഡിയാക്കി നിർത്തണം. പിന്നെ കുറേ പേർക്ക് ഈ വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ കേക്കുകളായിരിക്കുമ്പോൾ ഓർഡർ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കിത് ട്രാവലിംഗ് ആണ് മെയിനായിട്ട് അവർ പറയാറുള്ളത്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും നല്ലതും അതുപോലെ കംഫർട്ടായിട്ടുള്ളതും അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല സേഫായിട്ട് തന്നെ അവിടെ എത്തും, ടെൻഷനും ഒരുപാട് ഒഴിവാക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷനാണ്, അവിടെ എത്തണ വരെ ടെൻഷനായിരിക്കും ഇതെങ്ങനെ സേഫ് ആണോ എന്നുള്ളത്. അന്നേരം നമ്മൾ ഓരോ കേക്കുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കേക്ക് ചെയ്യണവരല്ല, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് സിമ്പിളല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അത് നല്ലൊരു നമുക്ക് അറിയാം അത് ഓക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ കംപ്ലൈൻറ്റ് വരാനൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷനും കുറവായിരിക്കും. പിന്നെ അവിടെ പോയിട്ട് ചെയ്യണ ആ ഒരു ടെൻഷൻ കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം തോന്നണതും ഇഷ്ടം തോന്നണതും അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഒരു കോർണർ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഹാളിലും അല്ല ഒരുപാട് പേരെ മുന്നിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാതെ ഒരു എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് സെറ്റ് ചെയ്യണത്, അതായത് ഒരു ഡ്രസ്സിങ് റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ചെയ്യണതായിരിക്കും ഒന്നുകൂടി സേഫ് കേട്ടോ.
അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്യണതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ മറക്കാതെ എടുത്തു പോവുക. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ മറക്കരുത് കേട്ടോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കൂടി എടുക്കുക. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഡൗട്ടുകളായിട്ട് ചോദിക്കാറുണ്ട്, ഇത്ത ഒരുപാട് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ചെയ്യാനുള്ള ആ ഒരു ടെൻഷൻ കാരണം ഒഴിവാക്കാറാണെന്നുള്ളതൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വർക്ക് ഒഴിവാക്കണ്ട. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളെല്ലാം അതിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ റെസിപ്പി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. താങ്ക്